നമ്മൾ ഒരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 5 മണിക്കൂർ പിന്നെ വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത ഒരു കപ്പ് അരിയാണിത്. അതിലേക്ക് ഒരു ചെറിയ കപ്പിന് നമ്മൾ ചോറ് വെക്കുന്ന അരി അതുകൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ഏലക്ക, ഒരു 1/2 സ്പൂണ് ജീരകം, 1/2 സ്പൂണ് ചുക്കുപൊടി, ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ്, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ്. ഇനി നമ്മളിതിലേക്ക് ചൂടുള്ള ശർക്കര പാനി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരച്ച് വെച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പഴം മിക്സിയിൽ അടിച്ച് ചേർക്കണം. ഇനി അടിച്ച് വെച്ച പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് വയ്ക്കാം. ഇത് ശരിക്കും പാളയം കോടൻ പഴമാണ് വേണ്ടത്. ഞാനതിലേക്ക് ആണിപ്പൂവനാണ് അടിച്ച് ചേർത്തത്. പിന്നെ ഇനിയിത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റവ, ഇത്രയും കൂടി മിക്സ് ചെയ്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവൊക്കെ നല്ലോണം പൊങ്ങി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തിടാം. ചൂടായ പാനിലേക്ക് നമ്മൾ തേങ്ങ കൊത്തിട്ടുണ്ട്. ഇത് നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. ഒന്ന് നോക്കട്ടെ. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട്. അപ്പോഴേക്ക് അതിലേക്ക് ഒരു 2 സ്പൂണ് എള്ളിട്ടിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 സ്പൂണ് സാജീരകം. നമുക്ക് ചൂടോടെ തന്നെ ഇത് മാവിലേക്ക് ഒഴിക്കാം. വെച്ച് അതിലേക്ക് എണ്ണ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തീ മീഡിയം ചൂടിലാണുള്ളത്. ഈ കൂട്ടി വെച്ചാൽ ഉള്ളി വേവില്ല. അതുകൊണ്ട് നമുക്ക് മീഡിയം തീയിൽ വെച്ചത് ചുട്ടെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ മറിച്ചിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ആവാണ്ട്. എന്നിട്ട് നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മളെ ഉണ്ണിയപ്പമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനെടുത്ത ആ മാവ് കൊണ്ട് എനിക്ക് 60 ഉണ്ണിയപ്പമാണ് കിട്ടിയത്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.